ജസ്റ്റ് ഒന്നും വേണ്ട. ജസ്റ്റ് ഇതിനകത്താണെങ്കിൽ ഇടാൻ പോവാം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ, കുറച്ച് നാളെ വീഡിയോ ചെയ്തിട്ട്, അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒന്നുമില്ല, കുറച്ചൊരു 3-4 മിനിറ്റത്തെ വീഡിയോ ആയിരിക്കും. ജസ്റ്റ് നമ്മൾ വീട്ടിൽ ഇരുന്നപ്പം ക്രേവിങ്സ് വന്നപ്പം സൊമാറ്റോ ചെയ്യാൻ നോക്കിയായി. പക്ഷെ നമ്മൾ സൊമാറ്റോ ചെയ്തില്ല. ഇവിടെ തന്നെ ഇരുന്ന ഐറ്റംസ് കൊണ്ട് നമ്മൾ ഒരു സ്നാക്ക് ഉണ്ടാക്കി. സ്നാക്ക് എന്താ പറയുന്നത്, അതുണ്ടാക്കിയിട്ടുണ്ട്. പിസ്സ. അപ്പൊ പിസ്സ എന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും നോർമൽ പിസ്സ ആയിരിക്കും. ഇത് ആ പിസ്സ അല്ല. ഇത് പിസ്സ ഉണ്ടാക്കുന്നത് നമ്മൾ വേറൊരു ഐറ്റം വെച്ചാണ്. ഐറ്റം എന്ന് വെച്ചാൽ വലിയ ഐറ്റം ഒന്നുമല്ല. ബേസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ നോർമലി എല്ലാ വീട്ടുകാരും ഉപയോഗിക്കുന്ന സംഭവം തന്നെയാണ്. പക്ഷെ ആരും ട്രൈ ചെയ്ത് കാണത്തില്ല എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഓക്കെ, ഇതാണെങ്കിൽ നമ്മൾ തട്ടിക്കൂട്ട് പിസയ്ക്ക് വേണ്ടിയിട്ടുള്ള സോസ് ആയത്. ഇതിനകത്താണെങ്കിൽ ഒറിഗാനോ മിക്സ് ചെയ്തിട്ടുണ്ട്. അതെന്നുവെച്ചാല് നമ്മള് പിസ്സ സോസ് ഇല്ലാത്തതുകൊണ്ട് നമ്മള് കെച്ചപ്പും പിന്നെ അതിന്റെ കൂടെ കുറച്ച് മയോണൈസും പിന്നെ ആ ഒരു പിസ്സ സോസിന് കുറച്ച് ഫ്ലേവർ വരാൻ കുറച്ച് ഒറിഗാനോടെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിസ്സയുടെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്യാൻ ടിക്ക ടൈപ്പ് ഒക്കെ ടേസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ ടിക്ക മസാല ഒക്കെ ഇട്ടു. ഇപ്പൊ ഞാൻ ജസ്റ്റ് വെറുതെ ഇപ്പം മുളകും കുരുമുളകും ഉപ്പും ജസ്റ്റ് തൈരൊക്കെ കൂട്ടി ഇത് ഓൾറെഡി മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ആയിരുന്നു. അപ്പൊ ഇത് ഓൾറെഡി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ടോപ്പിങ്സ് ആയിട്ട് ചെറുതായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചത്. അപ്പൊ നമുക്കിപ്പം അടുത്ത് വേണ്ടത് ചെറിയൊരു ടോപ്പിങ്സിന് വേണ്ടി ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ക്യാപ്സിക്ക് വേണ്ടി പിന്നെ കുറച്ച് ഓണിയൻസിന് ഉള്ള സാധനം വെച്ച് നമ്മൾ എങ്ങനെയും ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയാണ്. ആ 2 സാധനങ്ങൾ പിന്നെ ഉള്ളത് ചിക്കൻ ഫ്രൈ ചെയ്തതുകൊണ്ട് പിന്നെ ഓൾറെഡി ചീസ് ഉണ്ട്. അതിന് മുകളിലൊരു ബ്രെഡ് പീസ് വേണം. അത് വലിയ കാര്യമൊന്നും അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ബ്രെഡ് കൊണ്ട്. ബട്ടർ ഉണ്ട്, ലൈക്ക് പിന്നെ ബട്ടർ ഉണ്ട്, ഓറിഗാനോ ഉണ്ട്, ചില്ലി ഫ്ലേക്സ് ഉണ്ട്. പിന്നെ നമ്മൾ ആണെങ്കിൽ ജസ്റ്റ് എഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ 3 ബ്രെഡിൽ നമ്മൾ ഈ സോസ് ഫില്ല് ചെയ്യുവാണ്. 4 ബ്രെഡ് ഉണ്ട് ടോട്ടല്. നമ്മൾ പാൻ കത്തിക്കുവാണ്. സോറി, പാൻ കത്തിക്കുവാണ്. നമ്മൾ സ്റ്റവ് കത്തിക്കുവാണ്. മുട്ട കൊടുത്തിട്ടുണ്ട്. അടിച്ചടിച്ച് നമ്മൾ ഈ ഫില്ല് ചെയ്യുന്ന ഭാഗമായിട്ട് ആദ്യം 2 ബ്രെഡിലും ഓരോ മുട്ട വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാല് നമുക്ക് കുറച്ച് മയോണൈസ് ഇത് 2 തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് ചീസ് അങ്ങോട്ട് വെച്ചു കൊടുക്കും. ഓരോ സവാള വെക്കാൻ പോവാണ് അങ്ങോട്ട്. ഓക്കെ, അപ്പം അടുത്ത ചിക്കൻ ആണ് നമ്മൾ വെക്കുന്നത്. ചിക്കൻ പീസുകൾ നമ്മളിങ്ങനെ നിരത്തുവാണ്. ബ്രെഡിൽ നമ്മൾ ചിക്കൻ പീസ് ഇങ്ങനെ വെച്ച് ഇതിന് എടുത്തിടുന്നതാണ് ടാസ്ക് ഗൈസ്. നമ്മുടെ പിസ്സ ഇല്ലേ, നമ്മൾ വേണ്ട ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം സംഭവം സക്സസ് ആകുമല്ലോ. അടച്ചു വെക്കാം. നമ്മള് മറ്റേ പാനിലിട്ട് നമ്മുടെ ബ്രെഡ് പിസ്സ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഉണ്ടാവും. പക്ഷെ നല്ലപോലെ ചീസ് വേണം. പക്ഷെ ഇതൊന്നും മെൽറ്റ് ആയില്ല കേട്ടോ. നമ്മുടെ ഇതൊന്നും വെന്തില്ല വലുതായിട്ട്. പക്ഷെ കുഴപ്പമില്ല, വെജീസ് അല്ലേ കഴിക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് വേണം. അടുത്ത സംഭവിക്കുന്നുണ്ട്. നമ്മുടെ പിസ്സ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോ അതിന്റെ മുകളിൽ സോസ് കഴിച്ചിട്ടുണ്ട് ചില്ലി ടേസ്റ്റിന് വേണ്ടി. ഇതിനല്ല നമ്മൾ ഓറിഗാനോ കുറച്ച് ഇങ്ങോട്ട് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ചില്ലി ഫ്ലേക്സ്. ഈ ചില്ലി ഫ്ലേക്സ് ഓറിഗാനൊക്കെ ഡോമിനോസിന് കിട്ടാം. നമ്മൾ കഴിക്കുമ്പോൾ സേവ് ചെയ്ത് വെക്കുന്നതാണ്. അതാണ്ട് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. എങ്ങനെ ഇരിക്കും ഈ വീഡിയോയിൽ കാണാൻ രസമുണ്ട് കേട്ടോ, രസമുണ്ട്. ഇങ്ങനെ ഇരിക്കും സംഭവം. കഴിച്ചിട്ട് ഞങ്ങൾ ടേസ്റ്റ് പറയാം. ഇത്ര
ഇത്ര ഓവറാക്കരുത്. പക്ഷെ ടേസ്റ്റ് ഓവറല്ല, സത്യമായിട്ട് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പിസ്സയുടെ ഫ്ലേവർ എന്ന് വെച്ചാൽ ചീസ് ഓറിയോടെ വരുമ്പോ നല്ല ഫ്ലേവർ വരും. ഇത് സംഭവം സെറ്റ് സാധനം. ഒറിയാൻ നമ്മൾ പിസ്സയുടെ ടേസ്റ്റ് ഉണ്ട് അല്ലേ. പിന്നെ ചിക്കനും ഉണ്ട്, ലൈക്ക് നമ്മള് ചിക്കൻ ടിക്ക പിസ്സ ഷവാന്നില്ലേ. ഉപ്പാ അടിപൊളി സാധനം, വിഷയം സാധനം. അപ്പൊ കാര്യം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഞാൻ ഈ പിസ്സയൊക്കെ തിന്ന് തീർക്കട്ടെ, എന്നിട്ട് TV ഒക്കെ കണ്ട് ഇനി ഉറങ്ങണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം ഗൈസ്.